വെച്ച കോഴിന്റെ മണം. കാല് തല്ലി ഒടിച്ച് ഏതെങ്കിലും മൂലക്കിരിക്കോന്ന് വെച്ചാ അതും നടക്കൂല. ടിവിയിൽ വീണ്ടും പരദൂഷണമൊന്നും പറഞ്ഞ് ഇറങ്ങിക്കോളും. ഇന്ന് എന്താണ് പ്രത്യേകത? ഏതെങ്കിലും ഫാൻസ് അസോസിയേഷനിൽ എന്തെങ്കിലും പരദൂഷണം പറയാനുണ്ടോ? നീ അത് വിട്. ഞാൻ ഒരു കാര്യം നിന്നിട്ട് ചോദിക്കട്ടെ? ചോദിക്കേ. എന്തോ കൊനഷ്ടം കൊണ്ടാണ് പറഞ്ഞതെന്ന് അറിയാം. ചോദിക്കേ. എടി ദിലീപിന്റെ കേസ് പോകുന്നുണ്ടല്ലേ? എന്തോരം പോക്കാണ് പോകുന്നത്. പിന്നെ അല്ലാതെ നിനക്ക് തോന്നുന്നുണ്ടോ ദിലീപ് എല്ലാം കുറ്റം ചെയ്തിട്ടുണ്ട്? പിന്നെ എത്രയോ തെളിവുകൾ എത്രയോ പേര് നിരത്തി. പിന്നെ കുറ്റം ചെയ്യാതെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറയുമോ? ആര് പറയുന്നു? അങ്ങനെ ഞാൻ അങ്ങനെ കാണുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ കണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല. എടി ആരായിരിക്കും ദിലീപിനെതിരെ ഇങ്ങനെ തിരിഞ്ഞിട്ടുണ്ടാവുക? അത് സംശയം തോന്നുന്നു. മഞ്ജു വാര്യർ പറഞ്ഞോണ്ടല്ലേ ഈ കേസിൽ തന്നെ ഇങ്ങനെ ഒരു രീതിയിൽ കൊണ്ടുപോകാൻ കാരണം. ഓ, എനിക്ക് ഓർമ്മയുണ്ട്. മറ്റേ മറൈൻ ഡ്രൈവിൽ സിനിമക്കാരെത്തുകൂടിയ പരിപാടി വെച്ച് മഞ്ജു വാര്യരാണ് ഈ സംഭവത്തിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെന്നും സത്യം പുറത്തു കാണണമെന്നുള്ള കാര്യം വെളിപ്പെടുത്തിയത്. അല്ല, അതിനു മുന്നേ ഒരു TV ചാനലില് ഒരു സ്റ്റിംഗ് ഓപ്പറേഷന്റെ സംഭവമൊക്കെ ഇപ്പൊ നടന്നില്ലേ? അതിലും ഈ കേസിന് ആസ്പദമായിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടായില്ലേ? ഈ ദിലീപ് ആണെന്നും ഇതിനെതിരെ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ തെളിവുകളൊക്കെ ഇപ്പൊ കുറെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ. ആ സംഭവം തന്നെ. അത് മാത്രമല്ല, ഈ മഞ്ജുവിന് ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ അയാളെ കുടുക്കിയതാണെന്ന് ആരെങ്കിലും പറയോ? ഒരിക്കലും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ വലിച്ചിട്ടതാണ് മഞ്ജുവോ ശ്രീകുമാർ മേനോനോ ഇതിന് പിന്നിലുണ്ടെന്നൊക്കെയാണ് പൾസർ സുനി പറയുന്നത്. ഓ, അങ്ങനെ തന്നെയാ. അത് മാത്രമല്ല, മഞ്ജുവിനെ കണ്ടാൽ അറിയാം ശ്രീകുമാർ മേനോനുമായിട്ട് ബന്ധം ഉണ്ടെന്നൊക്കെ സുനി ഇപ്പം ഈ കുറച്ചു ദിവസം കൊണ്ട് വെളിപ്പെടുത്തി. എടി പെണ്ണെ, മുഖം നോക്കി പ്രവചിക്കാൻ അതിന് അവരാരാണ്? ജ്യോതിഷനാണോ? അങ്ങനെയൊന്നും പറയാതെ ബോസേ. അതൊന്നും എനിക്കറിയില്ല. പക്ഷെ അല്ല, മഞ്ജുവിനെ കണ്ടാൽ അറിയാം ശ്രീകുമാർ മേനോനുമായി ബന്ധം ഇല്ലെന്നും സുനി പറയുന്നുണ്ട്. മുഖം നോക്കി പ്രവചിക്കാൻ അതിന് ആരാ? ജ്യോതിഷനോ? അല്ല, അയാള് ജ്യോതിഷനോ മാന്ത്രികനോ എന്തോ ആവട്ടെ. പക്ഷെ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്നാൽ കഥയില് ചോദ്യം വരരുത്. ഒരു കാര്യം പറയുമ്പോ ഈ ബോസിന്റെ ഇങ്ങനെ കൊനഷ്ട ചോദ്യം ഉണ്ടല്ലോ, അത് നിർത്തിക്കോണം കേട്ടല്ലോ ബോസേ. അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി നടന്നു. അതെന്താണെന്ന് അറിയാമോ? മഞ്ജുവിന് ഇതിൽ റോൾ ഉണ്ടോ എന്നുള്ള റിപ്പോർട്ടറുടെ ചോദ്യത്തിന് പൾസർ സുനി എന്ത് മറുപടിയാണ് നൽകിയതെന്ന് അറിയാമോ? മഞ്ജുവിന് ഇതിനകത്ത് എങ്ങനെ റോള് വരാനാണ് ആ പാവത്തിനെ പിടിച്ചു വലിച്ചിട്ടതല്ലേ എന്നാണ് സുനി പറയുന്നത്. മോളെ, സുനി അങ്ങനെ നേരത്തെയും പലതും പറഞ്ഞിട്ടുണ്ട്. കാരണം ലക്ഷ്യം ദിലീപല്ലേ. ഓ, അങ്ങനെ എന്നാല് വെല്ലുവിളികളാകാം. പക്ഷെ അത് 4-5 കൂടുതൽ ഉണ്ടവനോടാവരുത്. മനസ്സിലായോ നിനക്ക്? അല്ല, ഇത് ദിലീപ് പറഞ്ഞ ഏതോ ഒരു ഡയലോഗ് അല്ലേ? ഡയലോഗ് വെച്ച് കാച്ചിട്ട് ഇങ്ങനെ ഈ ഉത്തരം കിട്ടുമ്പം ഈ ദിലീപിന്റെ ഡയലോഗ് കുത്തി കയറ്റി അവിടെ ഫില്ല് ചെയ്യുന്നത് ബോസിന്റെ ഒരു സ്വഭാവം തന്നെയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. അടി, അന്നേ മൂപ്പർക്ക് അറിയായിരുന്നെന്ന് തോന്നുന്നു. എന്ത് ജീവിതത്തിൽ ആവശ്യം വരും ഈ ഡയലോഗൊക്കെ. പോ ബോസെ അങ്ങോട്ട്. എന്തെങ്കിലും പറഞ്ഞോണ്ട് അങ്ങ് വന്നോളൂ. എടി, പൾസർ സുനിയുടെ മാഡം ആരാണ്? നിങ്ങൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും മാടം എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് ആരാണെന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് തെളിവ് കിട്ടിയിട്ടുണ്ടോ? അല്ല, അതൊക്കെ കുറെ പേരൊക്കെ പറയണുണ്ട്. മഞ്ജു ആണെന്നും പിന്നെ കാവ്യയാണെന്നും കാവ്യയുടെ അമ്മയാണെന്നും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ മാഡം ആരാണെന്ന് മാത്രം ഇപ്പൊ കൃത്യമായിട്ട് ഉത്തരം കിട്ടിയിട്ടില്ല. അതേ പിങ്കി, ചിന്നാടന്റെ ലോറിയിൽ സ്പിരിറ്റ് കടത്തുന്നതിന് ദിലീപിന്റെ മെക്കോട്ട് എങ്ങാനും കയറിയുണ്ടല്ലോ. ഓ അയ്യോ, ഞാൻ വീണ്ടും സിനിമ ഡയലോഗ്. എപ്പോഴും ഈ സിനിമ ഡയലോഗ് അല്ലാതെ എന്തെങ്കിലും ഇങ്ങോട്ട് മൊഴിയാൻ അതെന്തായിക്കോട്ടെ പിങ്കി. ദിലീപിന്റെ കുടുംബക്കാരുടെ നെഞ്ചത്ത് കയറി ചിങ്കാരിമാളം അടിച്ചാലുണ്ടല്ലോ ഞാൻ വെച്ചേക്കില്ല. അടിസക്കെ മാപ്പിള ഭാഷ പറഞ്ഞ് ഈ നാടകം കുളമാക്കരുത് കേട്ടോ ബോസേ. അവൻ നശിച്ച് കാണാനേ കൂടുതൽ പെണ്ണുങ്ങൾ ആഗ്രഹിക്കത്തുള്ളൂ. ഇതെവിടെ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ബോസിന് മാത്രല്ല, ഞാനും സിനിമ കാണാറുണ്ട്. അതും ദിലീപ് സിനിമ കാണാറുണ്ട്. അത് മാത്രല്ല, ദിലീപ് ചെയ്തത് എന്തെങ്കിലും ബോസിന് അറിയാമോ? ഈ ഡയലോഗ് അടിക്കുമ്പോ എന്ത് മലമറിക്കുന്ന കാര്യമാണ് ചെയ്തത്? അല്ല, ഈ ദിലീപ് 1.5 കോടി രൂപയാണ് സുനിക്ക് കൊട്ടേഷന് വേണ്ടിട്ട് കൊടുത്തതെന്ന്. അതിൽ 80 ലക്ഷം രൂപ ഇനിയും കൊടുക്കാനുണ്ട്. നീ കണ്ടോ? അല്ല മോളെ, സത്യനാഥ, ഇതൊന്നും വേണ്ട. ഈ ഫാൻസ് അസോസിയേഷൻ ചർച്ചകൾ ഇവിടെ വേണ്ട കേട്ടാ. ഈ ഡയലോഗ് എവിടെ കയറി പോകുന്നത് കണ്ടപ്പോഴേ എനിക്ക് അറിയാം എന്തിനാണ് പുറപ്പാടെന്ന് കേട്ടാ. എന്റെ സ്വഭാവവും പ്രവർത്തികളും ഇഷ്ടമായില്ലെങ്കിൽ റോസി വീട്ടിൽ നിന്ന് ഇങ്ങോട്ടെങ്കിലും പൊക്കോ. അല്ല, റോസി ആര്?
ഇത് ചാന്ത് പൊട്ടല്ലേ? ഓ ഓ ഓ, എനിക്ക് തോന്നി ഇത് ഇപ്പം ഉത്തരം മുട്ടുമ്പോ അടുത്ത സിനിമയിലെ ഏതെങ്കിലും, അതും ദിലീപ് സിനിമയിലെ ഏതെങ്കിലും ഡയലോഗും കൊണ്ടുവരുമെന്ന് ഞാൻ കാത്തിരിക്കുമായിരുന്നു. പക്ഷെ ചാന്ത് പൊട്ടായിപ്പോയി. സോറി ഒക്കെ അങ്ങ് കോടതിയിൽ പോയി പറഞ്ഞാൽ മതി കേട്ടാ. ദിലീപ് പറയേണ്ടി വരും കോടതിയില്. ഹൈക്കോടതി വരെ ദിലീപിനിട്ട് ചാമ്പിയിട്ടുണ്ട്, അതറിഞ്ഞാ? CBI അതും 4-5 തവണ ഇപ്പൊ ഈ CBI കേസ് വേണമെന്നും ഈ കേസ് CBI അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കുറെ വട്ടം ദിലീപ് ഹർജി കൊടുത്തല്ല. അതിപ്പോ വീണ്ടും കോടതി തള്ളി. അതും കേസിന്റെ വിധി വരാനിരിക്കെയാണ് ഹൈക്കോടതി വീണ്ടും ദിലീപിനിട്ട് ചാമ്പിയത്. അത് വല്ലതും അറിഞ്ഞാ? കൈമൾമാഷിന്റെ മകനെല്ലാം പഠിച്ചു, കക്ക മാത്രം പഠിച്ചില്ല. അതെന്ത്? അതുകൂടി പഠിക്കണ്ടായിരുന്നാ? അതുകൊണ്ടല്ലേ ഇപ്പൊ സുനി ഇപ്പോഴും മറ്റു നടിമാരുടെ കാര്യം കൂടി പുറത്തിട്ടത്. അതുകൊണ്ടല്ലേ ഇപ്പോഴും വീണ്ടും കുടുങ്ങിയത്. എന്ത് കാര്യം? അല്ല, ആ ഒരുപാട് നടിമാരെ ഇതുപോലെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നും പണം കൊടുത്ത് ഒതുക്കാൻ നോക്കിയിട്ടുണ്ടെന്നും ഒക്കെ ഇപ്പൊ ദിലീപിനെതിരെ സുനി കുറെ പറഞ്ഞ്. ദിലീപിന്റെ കാര്യം പോക്കാണ് കേട്ടാ, ഒട്ടു രക്ഷ കാണത്തില്ല, എല്ലാം പോക്കായി. എടി മതി മതി, ഇത് നിന്റെ ലാസ്റ്റ് സപ്പറ ഇന്ന് ഇവിടെ. നാളത്തെ സൂപ്പർ ഫാസ്റ്റിന് കയറി പൊക്കണം, മനസ്സിലായോ നിനക്ക്? എന്ത്? ഇത് നിന്റെ ലാസ്റ്റ് സപ്പറാണോ, മനസ്സിലായോ? മനസ്സിലായി. എന്ത് മനസ്സിലായി? നാളെ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നല്ലേ? നാളെ രാവിലെ തിന്നാം.